ഞാൻ ആ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു പ്രസിഡന്റിന്. അപ്പം എന്തിനാ ഗ്രൂപ്പിൽ അത് മെസ്സേജ് ഇട്ടാണെന്ന് അറിയില്ലായിരുന്നു. കാരണം സാഹിത്യം പിന്നെ സംസ്കാരം ലക്ഷദ്വീപിനെ പറ്റി അറിയുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ ഈ അടുത്ത് പോയതുകൊണ്ട് പോയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എൻ്റെ ധാരണ എന്താ, ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്തിനങ്ങനെ ചോദിക്കണേ. കാരണം പിന്നെ വിചാരിച്ചു വല്ല രചനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഞാനത് കാരണം ആളെനിക്ക് റിപ്ലൈ തരുന്നത് ഒരു കാര്യമുണ്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചു ഏതോ രചന പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അറിയാവുന്ന കാര്യങ്ങൾ പിന്നെയും നോട്ടായിട്ട് അയച്ചുകൊണ്ടിരുന്നു. അപ്പം പിന്നെയാണ് ഈ വിവരം പറയുന്നത്. ഇപ്പം രചന നമ്മളങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ഒരാളങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് വിചാരിക്കാം. പ്രത്യേകിച്ച് ഇപ്പം മലയാളി എഴുത്തുകാരൊക്കെ അന്തർദേശീയ തലത്തിലുള്ള എഴുത്തുകളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലും എല്ലാം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇപ്പോൾ നിവേദ്യ മാനേജി തന്നെ ബാംഗ്ലൂരിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതി. ഇപ്പോൾ ആളെ ലാസ്റ്റ് കഥ തന്നെ വന്നിരിക്കുന്നത് ഇപ്പോൾ മറ്റേ ഡേവിഡ് ചാപ്മാൻ്റെ ആത്മകഥം പോലെ അമേരിക്ക പശ്ചാത്തലമായിട്ടാണ് എഴുതിയത്. അപ്പോൾ എല്ലാവരും അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങനെ എഴുതുന്നതായിരിക്കുന്ന വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിത് അറിയിച്ചു കൊടുത്തത്. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പങ്കെടുക്കാൻ മാത്രം അനുഭവമില്ല, നമ്മൾ ടൂറിസ്റ്റായിട്ട് പോയിട്ടുള്ളത്. ആ ടൂറിസം അനുഭവം പറയുന്നതും അവിടെ താമസിച്ചിട്ടുള്ളവർ പറയുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് എഴുത്തിലുണ്ടാവും. ഇപ്പോൾ ഇദ്ദേഹം ഹുസൈൻ എഴുതുന്ന എഴുത്തും നമ്മളതിനെപ്പറ്റി പഠിച്ചെഴുതുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടാവും. കാരണം ഒരാളുടെ അനുഭവം എഴുതുന്നതും കേട്ടറിഞ്ഞെഴുതുന്നതും തമ്മിൽ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞെഴുതുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള KJ ബേബിയുടെ മാവേലി മന്ദം വായിക്കുമ്പോൾ വളരെ നല്ല പുസ്തകമാണ്. പക്ഷെ ആദിവാസി അനുഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ പുഷ്പമ്മയുടെ കൊടുക്കലുണ്ട്. അത് കാരണം അവരുടെ അനുഭവം എഴുതണം, അതിന് പ്രത്യേക മാനമുണ്ടാവും, ഡെപ്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തിനങ്ങനെ എഴുതാൻ പോണെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് പറഞ്ഞത് ഈ ഒരു കാര്യം കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അടുത്ത എൻ്റെ ടാർഗറ്റ് ആ പുസ്തകമാണ്. അത് കാരണം ഞാനൊരു ആളിൻ്റെ പുസ്തകം കിട്ടി കഴിഞ്ഞാൽ ഞാൻ 2,500 രൂപയ്ക്ക് പുസ്തകം ഞാൻ മേടിച്ചോളൂ. ഒന്നാമത്തെ ദിവസം പോയിട്ട് മാത്രമേ. പക്ഷെ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ആ പുസ്തകം കരഞ്ഞില്ല. അതാണ് എന്തായാലും അപ്പോൾ എന്തായാലും ഞാൻ ആ പുസ്തകം സ്റ്റാളിന്ന് വായിക്കും ഉറപ്പായിട്ടും. പിന്നെ ഞാൻ അഭിപ്രായം പറയുകയും ചെയ്യാം. അപ്പോൾ ലക്ഷദ്വീപായിട്ട് ഞാൻ ഈ അടുത്ത് പോയ അനുഭവമാണ്. ഒക്ടോബറിലാണ് ഞാൻ പോയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പക്ഷേ പറയേണ്ട കാര്യമൊക്കെ മോഹൻദാസ് സാറും ഇവരും പറഞ്ഞു. ലക്ഷദ്വീപിനെ പറ്റി മലയാളത്തിൽ അങ്ങനെ എഴുതിയൊന്നും വായിച്ചില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഒരു നിലവിളിച്ചും പോലെ നല്ല സുന്ദരമായിട്ടുള്ള കഥയാണ്. പ്രേതം കുറച്ചും കൂടി പ്രായമായിട്ടുള്ള പക്ഷെ അത് നല്ല സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലൊരു വാക്ക് എനിക്ക് അർത്ഥം കിട്ടാത്ത വാക്കുകൾ ഹുസൈൻ പറഞ്ഞില്ല, വാക്കുകളുടെ ഒരു പ്രശ്നം പറഞ്ഞില്ല. വാക്കുകളുടെ വലിയ അർത്ഥം, വാക്കുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ടി പത്മനാഭനൊക്കെ കഥ എഴുത്തിൽ വാക്ക് കിട്ടുക അത് ബുദ്ധിമുട്ടി കഥ അവിടെ നിർത്തി പിന്നെ ആരെങ്കിലും ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാൻ എന്തൊട്ടി മലയാളത്തിൽ വാക്കിന് ഇത്ര പ്രയാസമൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ പിന്നീട് എഴുതുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്ക് പിന്നീട് അറിയാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം വാക്ക് വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു മറ്റേ ഗ്രീക്ക് സംവിധായകനുണ്ട് ടിയാഞ്ചലോ പൗലോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു സിനിമ തന്നെ അറ്റൻറ്റീവ് എൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു സാഹിത്യകാരൻ പണ്ടെന്ന് തിരിച്ചു വരാണ് നാട്ടിൽ. ആള് വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരോട് ചോദിച്ചിട്ട് പൈസ കൊടുക്കുകയാണ്. നല്ലൊരു സിനിമയാണ് കേട്ടോ, വളരെ നല്ലൊരു സിനിമയാണ് അത്. അപ്പോൾ അതുപോലെ വാക്കുകൾ ഒരു സംഭവമാണ്. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്. ആ ഭാഷ നഷ്ടപ്പെട്ടു പോലും ലിപി മലയാളം തന്നെയാണല്ലേ. ഹിന്ദിക്ക് സംസ്കൃതം ദേവനാഗരി എന്ന് പറഞ്ഞ പോലെ ലിപി മലയാളം തന്നെയാണ്. പക്ഷെ ഭാഷയുണ്ട് അവർക്ക്. കുറേ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറേശ്ശൊക്കെ ഞാൻ ചായക്കടലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ ആ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലക്ഷദ്വീപിനെ പറ്റി പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇത്രയും നിഷ്കളങ്കരായിട്ടുള്ള ഒരാളുകൾ നമ്മൾ കാശ്മീരിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അവിടെ നല്ല നിഷ്കളങ്കരാണെന്ന് തോന്നി. പക്ഷെ എൻ്റെ ഒരു ക്യാമറ അടിച്ചു മാറ്റി അവിടെ വെച്ചിട്ടാണ് കാശ്മീരിൽ. ഇപ്പം ഞാനത് അവർ അടിച്ചു മാറ്റിയാണെന്ന് അറിയില്ല. പക്ഷെ പോക്കറ്റ് ഇട്ടുന്ന സാധനം കണ്ടില്ല. ഇവരോടൊപ്പമൊക്കെയാണ് പോയത്. അപ്പോൾ അത്രയും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. കാരണം രാവിലെ ചായ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചായക്കടയിൽ പലഹാരങ്ങളൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലൊരു
ചെറിയ നെറ്റ് പോലത്തെ ഒരു കൊട്ട ചുമത്തി നമ്മളതിന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നു, അവരും ശ്രദ്ധിക്കണേയില്ല. ചായ തരും, ഓരോരുത്തർ പോയിട്ട് ഇത്ര ഇത് കഴിച്ചു ഇന്ന് കഴിച്ചു, അവർ പൈസ മേടിച്ചു. അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതും കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ മുറുക്കാനും ഇതൊക്കെ വീഡിയോ ഒരു ചില്ല് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് എടുക്കാൻ പൈസ വയ്ക്കും, ഒരാളും ഇല്ല അവിടെ. അത്രയും വിശ്വാസമാണ് അവർ. അതൊരു പ്രത്യേകമായിട്ട് തോന്നിയിട്ട് അവരെന്താ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് അറിയാം, ലണ്ടനിലെ ന്യൂസ് പേപ്പറൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ പൈസ വെച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുന്നത് ഇപ്പോൾ ലക്ഷദ്വീപിലാണ്. അപ്പം അങ്ങനെ ഒരു പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ക്രൈം ഒന്നുമില്ല പറഞ്ഞാൽ അവർക്കൊന്നൊരു പണിയില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പണിയില്ല എന്ന് കേട്ടാണ്. പിന്നെ മറ്റൊന്നുള്ളത് അവരുടെ ഈ ആശുപത്രിയിൽ അധികം മരുന്നുകളൊന്നുമില്ല. പക്ഷെ തൊട്ടടുത്ത് 2 മെഡിക്കൽ ഷോപ്പുകളുണ്ട്. പുറത്തേക്കാണ് മരുന്നുകൾ അധികമായിട്ട് ഉണ്ടാവുന്നത്. അധികം വളരെ കുറച്ചും മരുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കടകളൊക്കെ വളരെ കുറവാണ്. ഒരു കട സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളവിടുത്തെ ചെറിയൊരു കടയുടെ വലുപ്പമുള്ളത്. പക്ഷെ സൂപ്പർ മാർക്കറ്റ് വർക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. കടകളൊക്കെ കുറവാണ്. പിന്നെ അവരെ ഭയങ്കര സ്നേഹം, സഹകരണമാണ്. നമ്മളങ്ങോട്ട് ഏറ്റെടുക്കുക അവർ. അതാണ് അവരൊരു പ്രത്യേകത. അവിടെ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വീടുകളുള്ള 2 നില കെട്ടിടമുള്ളതിലാണ് ഞങ്ങൾ താമസിച്ചത്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും പോഷകമായിട്ടുള്ളൊരു കെട്ടിടം. അപ്പോൾ ലക്ഷദ്വീപിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും തട്ടുന്നത് കടലാണ്. എനിക്ക് തോന്നുന്നത് കടലിന് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ലോകത്തുണ്ടാവില്ല. കടലിന് എത്ര വർണ്ണങ്ങളുള്ള ലോകത്ത് എടുത്തുണ്ടാവില്ല. അത്രമാത്രം സുന്ദരമായിട്ടുള്ള കടലാണ്. ഞാനൊക്കെ 6-7 വർണ്ണം എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. വർണ്ണങ്ങൾ അത്ര ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് 11 നിറങ്ങളുണ്ട്. ഈ യാത്രയിൽ തന്നെ കടലിൽ തന്നെ കളറുകൾ ഇങ്ങനെ മാറി മാറി വരും. അവിടുത്തെ പച്ചക്കൊക്കെ എന്തൊരു ഭംഗിയ, അത്രയും ഭംഗിയായിട്ടുള്ള അത്രയും ഭംഗിയായിട്ടുള്ള പച്ച കളർ കടലിന് എന്തൊരു ഭംഗി, നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല. അങ്ങനത്തെ ഒരു സ്ഥലം ലോകത്തുണ്ടോ എന്ന് തന്നെ അറിയില്ല. അത്രയും നല്ലൊരു സ്ഥലമാണ്. അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ കടലിനെ പറ്റിയിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കടല് കാണുക എന്നുള്ളത്, കടല് കാണാൻ ലക്ഷദ്വീപിൽ തന്നെ പോകണം. അതുപോലെ ഒരു കടൽ ലോകത്ത് കാണാൻ പറ്റുന്നതാണ്. കടലുകൾ ഇത്രയും ശാന്തമാണ്, ഇത്രയും കളറുകളുടെ കടല്. പിന്നെ ആ കളറുകളൊക്കെ മത്സ്യങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ മത്സ്യങ്ങളുടെ നിറങ്ങൾ കാണുമ്പോൾ ഇത്രയധികം നിറങ്ങൾ ഭൂമിയിലുണ്ടോ എന്ന് തോന്നും. അത്രയും വെറൈറ്റി കളറായിട്ടുള്ള മത്സ്യങ്ങളെ കാണാൻ പറ്റും. ഇത്രയൊക്കെ ഞാൻ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് പറയാനൊന്നുമില്ല, കാരണം യാത്ര ചെയ്തതാണ്. പിന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ അവിടെയായിരുന്നു പണ്ട്. ലക്ഷദ്വീപിൽ ജോലിക്ക് പോയിട്ട് അവിടെ കുറച്ച് കാലം താമസിച്ചിരുന്നു. അന്ന് അറിയില്ല, പണ്ടത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കാരണം ഒരു ഹൗസ് ലോണൊക്കെ എടുത്ത് ബുദ്ധിമുട്ടിയ കാലത്ത് ലക്ഷദ്വീപിൽ പോയി താമസിച്ച സബ്സിഡി കിട്ടും. ജീവിത നിലവാരം വളരെ കുറയും. അപ്പോൾ അച്ഛനമ്മയും കൂടി ട്രാൻസ്ഫർ മേടിച്ച് അവിടെ പോയി കുറച്ച് കാലം നിന്നു. ഹൗസ് ലോണിൻ്റെ അടവൊന്നും തീർന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഘട്ടമായപ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഗുണമുണ്ട് ഗവൺമെൻറ് ജോലിക്കാർക്ക്. അങ്ങനെ ഒരു ഇതുണ്ട്. അമ്മ എപ്പോഴും പറയും കടലത്ത് അന്നത്തെ ലക്ഷദ്വീപിലെ എന്തൊരു സ്നേഹമായിരുന്നു എന്നൊക്കെ എപ്പോഴും പറയും. അമ്മയ്ക്കൊക്കെ വളരെ ഇഷ്ടമാണ് ദ്വീപുകാരെന്ന് പറയാം. ഈ ദ്വീപുണ്ടൊക്കെ അന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ദ്വീപുണ്ടെന്ന് പറയട്ടെ. ഞാൻ അവിടെ പോയിട്ട് കുറേ കൊണ്ടുവന്ന് ബാങ്കിലൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ദ്വീപുണ്ട്. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ മദ്യമില്ല, അതുകൊണ്ട് തന്നെ വളരെ ശാന്തമാണ് അവിടെ. ആ കൂടി നീരുണ്ട് അല്ലേ, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ കൊണ്ടുപോകാനും പറ്റില്ല, കഴിച്ചിട്ടും ചെല്ലാൻ പറ്റില്ല. അതൊന്നും ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അത്ര സ്ട്രിക്റ്റ് അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കടലിന് ഈ ലക്ഷദ്വീപിനെ പറ്റിയുള്ള അനുഭവങ്ങൾ. അത് എന്നോട് നിർബന്ധമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഞാനും പറഞ്ഞു. നന്ദി.